അതിൻ്റെ ഭാഗമായി അതിലും വെട്ടിക്കുറവ്. ഇതേ ഘട്ടത്തിൽ തന്നെ അനുവദിച്ച തുക മുഴുവനായിട്ട് എടുക്കാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ കിഫ്ബി മുഖേന നടത്തുന്ന പ്രവർത്തനമുണ്ട്. കിഫ്ബി അതിന് വായ്പ എടുക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്നും ആ തുക സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറക്കുമെന്നും പറഞ്ഞു നടപടിയും ആരംഭിച്ചു. അപ്പോൾ ന്യായമായൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടല്ലോ കേന്ദ്രത്തിൻ്റെ കയ്യിൽ, അതടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന വായ്പയുണ്ട്. ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ് വായ്പയായി പരിഗണിക്കുന്നില്ല. അതേപോലെ കിഫ്ബി എടുക്കുന്ന വായ്പയെ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? അതിന് ഉത്തരവില്ല. കേരളം തകരട്ടെ എന്ന മനോഭാവം. ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് നിവേദനം പലതും നമ്മൾ നടത്തി. മാത്രമല്ല വലിയ തോതിൽ പ്രക്ഷോഭവും നടത്തി. സുപ്രീം കോടതിയെ സമീപിച്ചു. നമ്മുടെ വാദം കേട്ട സുപ്രീം കോടതി കേരളം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി ഭരണഘടനാ ബെഞ്ചിൽ വിട്ടു.